بسم الله الرحمن الرحيم. സൂറത്തു നൂഹിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് സൂറത്തു നൂഹിൻ്റെ മറ്റുള്ള ഭാഗങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വവും ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന വലിയ പ്രതിഫലവുമായിരുന്നു നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് സൂറത്തു നൂഹിൻ്റെ രണ്ടാമത്തെ ഭാഗം. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. മാലക്കും, അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ലാ തർജൂന ലില്ലാഹി വഖാറാ, അള്ളാഹുവിൽ നിന്ന് ഒരു മഹത്വവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിന് ഒരു മഹത്വവും നിങ്ങൾ നൽകുന്നില്ല. അവരെ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾക്ക് വളരെ മഹത്വം അവർ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ വിവിധ ദശകങ്ങളിലായിട്ട് പടച്ചുണ്ടാക്കിയ അള്ളാഹുവിന് യാതൊരു മഹത്വവും കണക്കാക്കിയിട്ടില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. അവരെ അള്ളാഹു ഏത് രൂപത്തിലൊക്കെയാണ് അവരെ ജനിപ്പിച്ചിട്ടുള്ളത്, അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ പ്രതീക്ഷിക്കുക എന്നാൽ അള്ളാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭയപ്പെടുക എന്നാണ് അർത്ഥമെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതായത് നമ്മളെ മുഴുവനും, ഈ ലോകരെ മുഴുവനും ശിക്ഷിക്കാൻ കഴിവും എല്ലാവരെക്കാളും ഉപരി മഹത്വവുമുള്ള അള്ളാഹുവാണ്. എന്നിട്ടും അള്ളാഹുവിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ സൂക്ഷിക്കാത്തത് എന്ന ചോദ്യമാണ് ഇതിൻ്റെ രത്ന ചുരുക്കമായിട്ട് മുഫസ്സിറുകൾ പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കാതെയും ശിക്ഷ ഭയപ്പെടാതെയും എന്തും തോന്നിയതുപോലെ നിങ്ങൾ ജീവിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെ കുറിച്ച് നിങ്ങൾ എന്തേ നിങ്ങൾക്ക് ബോധമില്ലാത്തത്, എന്താണ് നിങ്ങൾ അത് ഉൾക്കൊള്ളാത്തത് എന്നാണ് ഖുർആൻ ആ കാഫിര്യങ്ങളോട് ചോദിച്ച ചോദ്യം. വഖദ് ഖലഖക്കും അത്വാറ, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല വിവിധ ദശകങ്ങളിലായി, അത്വാറ എന്ന് പറഞ്ഞാൽ വിവിധ ഘട്ടങ്ങളിലും കാലങ്ങളിലുമായിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ റബ്ബിനെ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഉമ്മാൻ്റെ വയറ്റിലെത്തിയത് മുതൽക്ക് തന്നെ അതിനു മുമ്പ് ഭ്രൂണമായി, പിന്നീട് അതിനു മുമ്പ് ബീജമായി, അങ്ങനെ ഒന്നുമല്ലാത്ത ഒരു സമയം. നമ്മൾ സൂറത്തുൽ ഇൻസാന്റെ തുടക്കത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുമല്ലാത്ത മനുഷ്യനെ അഹങ്കരിക്കാൻ എന്താണ് അവനുള്ളത്? ആ രൂപത്തിൽ അള്ളാഹു നിങ്ങളെ ഇന്ദ്രിയം, രക്തപിണ്ഡം, മാംസപിണ്ഡം, ഇതിനൊക്കെ പുറമെ അപൂർണനായി, പിന്നീട് ഒരു പൂർണ്ണ മനുഷ്യരൂപയായി, പിന്നെ മുട്ടിട്ടഴഞ്ഞ്, പിന്നെ കൈയിട്ട് നടന്ന്, പിന്നീട് അത് അവൻ മറ്റുള്ളവരെ സഹായത്തോടു കൂടെ എഴുന്നേറ്റ് നടന്ന്, അങ്ങനെ തുടങ്ങിയിട്ട് ദശകങ്ങളെയും പല പല ഘട്ടങ്ങളെയും തരണം ചെയ്ത മനുഷ്യനാണല്ലോ ആ ശിശുവായി പിറന്നുകൊണ്ട് ശൈശവവും കൗമാരവും ബാല്യവും കഴിഞ്ഞു യൗവനം വാർദ്ധക്യത്തിലെത്തിയിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കുന്നത്? അവൻ എന്തുകൊണ്ടാണ് നിങ്ങൾ യാതൊരുവിധ മഹത്വവും നിങ്ങൾ കൽപ്പിക്കാത്തത്? ഇങ്ങനെയുള്ള പരിവർത്തനങ്ങളിലൂടെയൊക്കെ നിങ്ങളുടെ സൃഷ്ടിപ്പിനെ ക്രമീകരിച്ചിരിക്കുന്നത് അള്ളാഹുവാണല്ലോ. ആ അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങൾ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. കേവലം ശാരീരിക വ്യത്യാസങ്ങൾക്ക് പുറമെ മനുഷ്യനിൽ ഉണ്ടാകുന്ന വ്യത്യാസം, രോഗാവസ്ഥ, കാഴ്ച, അന്ധത, ഐശ്വര്യം, ഫഖർ, ദാരിദ്ര്യം, അതേപോലെ തന്നെ സ്വഭാവം, പ്രവർത്തനം എന്നിവയിലൊക്കെയുള്ള വ്യത്യാസം, ഇതെല്ലാം ഇതിന്റെ പരിധിയിൽ വരുമെന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ പോലെയുള്ള മുഫസ്സിറുകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 15-ാമത്തെ ആയത്ത്, അലം തറൂ കൈഫ ഖലഖല്ലാഹു സബഅ സമാവാതിൻ തിബാഖ, നിങ്ങൾ കണ്ടില്ലേ, അതായത് 7 ആകാശങ്ങളെ അള്ളാഹു എങ്ങനെയാണ് ഒന്നിനു മീതെ ഒന്നായി അട്ടിയട്ടിയായിട്ട് അള്ളാഹു എങ്ങനെയാണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ, കഴിവിനെ, ശക്തിയെ, ഏകത്വത്തെ അതൊന്നിനെയും പരിഗണിക്കാതെ അതിനെല്ലാം നിഷേധിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തെളിവാക്കിയിട്ട് പറയാണ്, ഈ ഭൂമിക്കുപരിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല 7 മണ്ഡലങ്ങളായി പഠിച്ചു ഈ ആകാശങ്ങളെ. അതാണ് അള്ളാഹു ഇവിടെ അവർക്ക് മുന്നിൽ വെക്കുന്ന ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നു നോക്കിയാൽ കാണാൻ പറ്റുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ, എന്നിട്ട് പറയാ അതിൽ ചന്ദ്രനെ അവൻ ഒരു പ്രകാശമാക്കി രാത്രിയിൽ, അതേപോലെ തന്നെ ശംസ്, സൂര്യനെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വെളിവാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് വേണ്ടി ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചതിന്റെ ആ ഒരു അത്ഭുത പ്രക്രിയയാണ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മനുഷ്യന്റെ സ്വന്തം ശരീരത്തെ കുറിച്ച് അള്ളാഹു ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ച ശേഷം ചില പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് നൂഹ് നബി അലൈഹിസ്സലാം അവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിലും അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം, ഈമാനിന്റെ പ്രവാ അവരിൽ ഉടലെടുക്കണം എന്നായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരെ ഉണർത്തിക്കൊണ്ടിരുന്നു. ദൃഷ്ടാന്തങ്ങളിലേക്കും അള്ളാഹുവിന്റെ ആയാത്തുകളിലേക്കും അവരെ ക്ഷണിച്ചുകൊണ്ടും അവരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടും അവരെ നന്മയിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. അമ്പിയാക്കളുടെ ദഅവത്തിന്റെ കർമ്മം അത് അത്രക്ക് താല്പര്യപൂർവ്വമാണ് അവർ നിർവഹിച്ചിരുന്നത് എന്നുകൂടി നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് അള്ളാഹു പറയാണ്, അള്ളാഹു അംബതക്കും മിനൽ അർളി നബാത്ത, അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. അംബതക്കും മിനൽ അർളി നബാത്ത എന്ന് പറഞ്ഞാൽ മനുഷ്യപിതാവാകുന്ന ആദം നബി അലൈഹിസ്സലാമിനെ, അതായത് നമ്മുടെയൊക്കെ അടിസ്ഥാനം, നമ്മുടെയൊക്കെ പരമ്പര, പൂർവ്വപിതാവാകുന്ന മനുഷ്യകുലത്തിന്റെ പ്രഥമ സൃഷ്ടിയാകുന്ന പിതാവാകുന്ന ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ നിന്നുള്ള മണ്ണ് കൊണ്ടായിരുന്നുവല്ലോ. അതായിരിക്കാം ഒരുപക്ഷേ ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷയെന്ന് ഭൂമിയിൽ നിന്ന് പടച്ചു എന്ന് പറഞ്ഞതിനെ ചില വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചു പറയുന്നുണ്ട്. ഇനി അല്ല, മനുഷ്യന്റെ ഇന്ദ്രിയം എന്ന് പറയുന്നത്, ആ ഇന്ദ്രിയം മനുഷ്യന് ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നാണെന്നും അതുകൊണ്ട് തന്നെ മനുഷ്യനുള്ള ഭക്ഷണം, മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം അത് മണ്ണിൽ നിന്നാണെന്നും അതുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും സൃഷ്ടിപ്പിനു കാരണം, അതിൻ്റെ തുടക്കം, അതിൻ്റെ പ്രധാനം മണ്ണ് തന്നെയാണെന്നും ചില ആളുകൾ, ചില മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഭക്ഷണം നമുക്കറിയാം അത് ഭൂമിയിൽ നിന്നാണല്ലോ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന ഒരു വസ്തുത ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണമെന്നും മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടം കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ നാശത്തിന്റെ ഘട്ടമാണ് പിന്നീട് ഖുർആൻ പറയുന്നത്. മരണപ്പെടുമ്പം ഖബറടക്കുന്നതിനെയാണ് അതിലേക്ക് മടക്കുമെന്നതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ വല്ലാഹു യുഈദുക്കും,
അള്ളാഹു മടക്കും എങ്ങോട്ട്, അതായത് മണ്ണിലേക്ക് മടക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചാൽ നമുക്കറിയാം ഏതൊരു ശവത്തെയും സംസ്കരിക്കുക എന്നുള്ളത് ബാധ്യതയാണല്ലോ. അപ്പോൾ ഏതൊരാൾ മരണപ്പെട്ടാൽ ആ മണ്ണിലേക്ക് തന്നെ മടക്കും. വയുഖ്രിജുക്കും ഇഖ്റാജ, അങ്ങനെ പിന്നീട് പുനർജന്മത്തിനായി ഖബറിൽ നിന്നുള്ള വരവിനെ കുറിച്ചാണ് വയുഖ്രിജുക്കും ഇഖ്റാജൻ എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. അല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാത്ത, അതുകൊണ്ട് തന്നെ ഈ ഭൂമി മനുഷ്യന്മാർക്ക് ഒരു വിരിപ്പ് പോലെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. ലിതസ്ലുകൂ ഫിഹാ സുബുലൻ ഫിജാജ എന്ന് പറഞ്ഞാൽ അതിലുള്ള വഴികളിലൂടെ മനുഷ്യന് പ്രവേശിക്കാൻ, യാത്ര ചെയ്യാം, അതേപോലെ തന്നെ മറുകരയിലെത്താൻ, ഭൂഖണ്ഡങ്ങൾ താണ്ടാൻ അള്ളാഹു പരവതാനി പോലെ ഈ ഒരു ഭൂമിയെ അള്ളാഹു നമുക്ക് സംവിധാനിച്ചിരിക്കുന്നു. ഭൂമി ഒരു വിരിപ്പെന്ന നിലയിൽ പരന്ന് വിസ്തൃതമായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശാലമായ മാർഗങ്ങളിലൂടെ മനുഷ്യന് വിഹരിക്കാനും വികസിക്കുവാനും മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും പറ്റിയ വിധത്തിൽ അള്ളാഹു മനുഷ്യന് ഭൂമിയും സംവിധാനിച്ചു, പ്രപഞ്ചവും സംവിധാനിച്ചു. അവനെ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കുകയും ചെയ്തു, ഇനി അവനെ മടക്കുകയും ചെയ്യും. എന്നിട്ടും എന്താണ് നിങ്ങൾ വിശ്വസിക്കാത്തത് എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. قال نوح رب إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا. നൂഹ് നബി അലൈഹിസ്സലാം പറയാണ്, അതായത് റബ്ബി ഇന്നഹും, ഇങ്ങനെയൊക്കെ അവരെ ക്ഷണിച്ചിട്ടും റബ്ബേ ഇന്നഹും അസൗനി, അവർ എൻ്റെ കൽപ്പനയെ ലംഘിക്കുന്നു. വത്തബഉ മൻ ലം യസിദുഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസാറാ. വത്തബഉ, അവർ പിന്തുടരുന്നത് മൻ, ഒരുത്തനെയാണ്, ലം യസിദുഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസാറ, അവരുടെ ധനവും സന്താനവും നഷ്ടാധിക്യം മാത്രം വരുത്തിവെച്ച ചില ആളുകളെയാണ് അവർ ഇപ്പോഴും പിൻപറ്റുന്നത്. യഥാർത്ഥ തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിലേക്ക് അവർ വന്നിട്ടില്ല റബ്ബേ. വമക്കറൂ മക്രൻ കുബ്ബാറ, അവരിപ്പോഴും എനിക്കെതിരിൽ വലിയ കുതന്ത്രങ്ങൾ അവർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞ കുതന്ത്രങ്ങൾ എന്ന് പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഈ ഒരു ദഅവത്ത് കാരണം അവർ നൂഹ് നബി അലൈഹിസ്സലാമിനെ വധിക്കാനായിട്ട് ചിലരെ അവർ ചട്ടം കെട്ടിയതാണെന്നും ചില മുതലാളിമാർ അവർക്ക് സമ്പത്ത് കൊടുത്തത് മറ്റുള്ള ചില മുതലാളിമാരാണെന്നും അങ്ങനെ സമ്പത്ത് കൊടുത്ത് ഈ ഒരു വിശ്വാസധാരയിലേക്ക് വരരുതെന്ന് പറഞ്ഞതിനെ കുറിച്ചാണെന്നും, അതല്ല അള്ളാഹുവിന് ഭാര്യയും മക്കളും ഉണ്ടെന്നൊക്കെയുള്ള അപവാദങ്ങളും പ്രചരണങ്ങളുമാണെന്നെല്ലാം ഈ മക്രിനെ കുറിച്ച് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായിട്ട് ഇമാം ഖുർത്തുബി പറയുന്നു. വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ. 23-ാമത്തെ വചനം, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ കൈവിടരുത്. വഖാലു, അവർ പറഞ്ഞുകൊണ്ടിരുന്നു, ലാ തദറുന്ന ആലിഹതകും, ദൈവങ്ങളെ കൈവിടരുത്, വലാ തദറുന്ന വദ് അതേപോലെ തന്നെ സുവാ, യഊസ്, യഊഖ്, നസ്ർ എന്നീ പറയുന്ന ചില അവരുടെ ബിംബങ്ങളെ നിങ്ങൾ കൈവിടരുതെന്നും, പ്രത്യേകിച്ചും ഈ പറയുന്ന പേരെടുത്ത് പറഞ്ഞവരെ നിങ്ങൾ കൈവിടരുതെന്നും അവർക്കിടയിൽ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് അവരുടെ കുതന്ത്രങ്ങളിൽ, തൊട്ടുമുമ്പ് പറഞ്ഞ ആയത്ത് കുതന്ത്രങ്ങളെ കുറിച്ചാണല്ലോ, ഈ കുതന്ത്രങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് നേതാക്കൾ, അവരിലുണ്ടായിരുന്ന സമൂഹത്തിലെ നേതാക്കൾ സാധാരണക്കാരെ ഉപദേശിക്കുന്നത്, എന്ത് വന്നാലും നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ കൈവിടരുതെന്നും, പ്രത്യേകിച്ച് വദ്, സ്വാ തുടങ്ങിയ ബിംബങ്ങളെ എന്ത് വില കൊടുത്തും നിലനിർത്തണമെന്നും അവർക്കിടയിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത ആരാധിച്ചിരുന്ന ബിംബങ്ങളുടെ പേരുകളാണ് ഇവിടെ എണ്ണി പറഞ്ഞതെന്ന് മുഫസ്സിലുകൾ പ്രത്യേകം പറയുന്നുണ്ട്. എന്നാൽ ഇതേ ബിംബങ്ങളെ പിന്നീട് അറബികളും ആരാധിക്കുകയുണ്ടായിരുന്നു എന്നാണ് ഭൂരിപക്ഷ വ്യാഖ്യാതാക്കളും പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ മുൻകാല സമുദായത്തിൽപ്പെട്ട കാഫിറുകളുടെ, നിഷേധികളുടെ വഴി തുടർന്നിട്ട് അറബികളിലും ഇത്തരം ഒരു ദുരാചാരം, അങ്ങനെ ഒരു ആരാധന കർമ്മം നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഏതായാലും വദ്, സുവാ എന്നിങ്ങനെ മുകളിൽ പറഞ്ഞ 5 പേരുകൾ സജ്ജനങ്ങളായ നല്ല മാതൃകാ പുരുഷന്മാരായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ ഉണ്ടായിരുന്ന 5 ആളുകളായിരുന്നുവെന്നും അവർ മരണപ്പെട്ടപ്പോൾ പിശാച് ആ ജനതയുടെ അടുത്ത് വന്ന് തൗഹീദിൽ നിന്ന്, അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് ഷിർക്ക് വ്യാപിക്കുന്നത്, ഷിർക്കിന് തുടക്കം കുറിക്കുന്നത്. അതിനുവേണ്ടി ഇങ്ങനെയുള്ള നല്ല 5 മനുഷ്യന്മാരുടെ മരണത്തെ ഒരു കാരണമാക്കിയിട്ട് പിശാച് അവർക്കിടയിൽ അവരെ ആരാധിക്കാനും അവരെ ദൈവമായിട്ട് സങ്കല്പിക്കാനും അവർക്കിടയിൽ ഫിത്ന പഠിപ്പിച്ചു. അങ്ങനെയാണ് ബിംബങ്ങളെ പ്രതിഷ്ഠിക്കുകയും ഈ പേരുകൾ അവർക്ക് നൽകാനും അവർക്ക് ആ ആളുകൾക്ക്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് പിശാച് ദുർബോധനം നൽകി ഈ ബിംബങ്ങളെ ദർശിക്കുമ്പോൾ അവരെ ഓർമ്മിക്കുക എന്നതായിരുന്നു ആദ്യ സമയം അവർക്കുണ്ടായിരുന്നത്. ആ തലമുറ മരണപ്പെട്ടപ്പോൾ അടുത്ത തലമുറ ഈ ബിംബങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ അവരോട് പറഞ്ഞത്, ഈ ബിംബങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ആ മരണപ്പെട്ടു പോയ ആളുകളെ, 5 ആളുകൾ നിങ്ങൾ ഓർക്കണം. എന്നാൽ ഈ തലമുറ മരണപ്പെട്ടു പോയതോടുകൂടെ തന്നെ ഈ ബിംബങ്ങളെ ദൈവമായിട്ട് അടുത്ത തലമുറ പ്രതിഷ്ഠിച്ചു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് ഈ ലോകത്ത് ശിർക്കുണ്ടാകുന്നതെന്ന് പല മുഫസ്സിറുകളും മുവര്രിഖുകളും ചരിത്രകാരന്മാരും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വഖദ് അദല്ലു കസീറൻ വലാ തസിദിൽ ളാലിമീന ഇല്ലാ ദലാല. അവര് വളരെ ഒരുപാട് ആളുകളെ വഴിപിഴപ്പിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് അതുകൊണ്ട് തന്നെ അക്രമികൾക്ക്, വഖദ് അദല്ലു കസീറൻ വലാ തസിദിൽ ളാലിമീന, അക്രമികൾക്ക് ഇല്ലാ ദലാല, വഴികേടല്ലാതെ നീ വർദ്ധിപ്പിക്കരുതേ എന്നും കൂടി നൂഹ് നബി അലൈഹിസ്സലാം ഒടുവിൽ ദുആ ചെയ്തു. അതായത് പ്രബോധനത്തിന് വേണ്ടി എല്ലാ വഴികളും, എന്ന് പറഞ്ഞാൽ 950 വർഷം, 9.5 നൂറ്റാണ്ട് നൂഹ് നബി അലൈഹിസ്സലാം അവർക്കിടയിൽ പ്രവർത്തിച്ചു. എന്നിട്ടും ധിക്കാരവും നിഷേധവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ കണ്ടപ്പോൾ ജനിച്ചു വരുന്ന പുതുതലമുറ പോലും ധിക്കാരത്തിലേക്കും നിഷേധത്തിലേക്കും കൂപ്പുകുത്തുമെന്ന് മനസ്സിലുണ്ടായിരുന്ന വേദനയെ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട സമയത്താണ് അവർക്കെതിരിൽ നൂഹ് നബി അലൈഹിസ്സലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 950 വർഷമാണ് അവിടുത്തെ ദഅവത്തിന്റെ സമയം. ധനവും സന്താനങ്ങളും കൂടുതൽ നഷ്ടം വരുത്തി വെച്ചവർ എന്ന് പറഞ്ഞത് നേതാക്കളെ പറ്റിയാണ്.
ചുരുക്കി പറഞ്ഞാൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദുആ മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖു ഫഉദ്ഖിലു നാറൻ ഫലം യജിദു ലഹും മിൻ ദൂനില്ലാഹി അൻസാറ. അല്ലാഹുവിനെ കൂടാതെ അവർക്കൊരു സഹായിയും എത്തിക്കുകയില്ല. എപ്പോഴാണ്? മിമ്മാ ഖതീആതിഹിം, അവർ ചെയ്തു വെച്ചിട്ടുള്ള തെറ്റുകളാൽ തന്നെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഗ്രിഖു, അങ്ങനെ മുക്കി നശിപ്പിച്ചു. സൂറത്തുൽ ഹൂദിൽ ഇതിന്റെ മറ്റൊരു ചരിത്രം വിശാലമായി വരുന്നുണ്ട്. അവിടെയാണ് ഖുർആൻ അവരുടെ ആ ഒരു കപ്പൽ നിർമ്മാണവും നൂഹ് നബി അലൈഹിസ്സലാമിനോടുള്ള അവരുടെ പരിഹാസവും മറ്റൊക്കെ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇവിടെ ചുരുക്കി പറയുകയാണ്, ഉഗ്രിഖു, അങ്ങനെ അവരെ മുക്കി നശിപ്പിച്ചു. ഫഉദ്ഖിലു നാറ, അങ്ങനെ അള്ളാഹു അവരെ അഗ്നിയിൽ, ആ നാർ എന്ന് പറയുന്ന കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ അവരെ പ്രവേശിക്കുകയുണ്ടായി എന്ന് പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിനെ വിശ്വസിക്കാത്ത ആ ജനത ഒന്നടങ്കം വെള്ളത്തിൽ മുക്കി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലിൽ സത്യവിശ്വാസികളും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന ഉള്ള ആളുകളെയും മാത്രമാണ് അതിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മുക്കിക്കൊല്ലപ്പെട്ടു എന്നതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത് അവരെ ഉദ്ഖിലു നാറൻ എന്നാണ്. ഇതിന്റെ ഉദ്ദേശം അവർ പരലോകത്ത് നരകത്തിൽ കടക്കുമെന്നോ അതല്ലെങ്കിൽ മരിച്ച ഉടനെ തന്നെ നരകത്തിന്റെ ഭയാനകത ശിക്ഷ ഖബറിൽ വെച്ച് തുടങ്ങുമെന്നോ അർത്ഥം വെക്കാമെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. വഖാല നൂഹു റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഒടുവിലത്തെ ആവശ്യം ഇതായിരുന്നു. അതായത് ഇനി ഈ ഭൂമിയിൽ അവിശ്വാസികളായ ഒരാളെയും വെച്ചു പൊറുപ്പിക്കരുത്, ഒരൊറ്റ പൗരനെയും ഭൂമുഖത്ത് നീ വിട്ടുകളയരുതേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഊഹിയ ഇലാ നൂഹിൻ അന്നഹു ലൻ യുഅ്മിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമൻ ഫലാ തബ്തയിസ് ബിമാ കാനൂ യഫ്അലൂൻ. ഇത് സൂറത്തുൽ ഹൂദിലെ ആയത്താ. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നൂഹ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവരെ മാത്രമേ അവശേഷിപ്പിക്കുകയുള്ളൂ എന്ന് വഹി നൽകുകയും അങ്ങനെ ഈമാൻ ഇല്ലാത്ത ആളുകളെല്ലാം അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തു. ഇവരെ നിങ്ങളുടെ പ്രബോധനം കാരണം വിശ്വസിച്ചവർ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നും ഫലാ തബ്തയിസ് ബിമാ കാനൂ യഫ്അലൂൻ, അവരുടെ പ്രവർത്തനങ്ങൾ കാരണം നിങ്ങൾക്ക് ഫലാ തബ്തയിസ്, നിങ്ങൾ സങ്കടപ്പെടരുതെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാമിന് വിവരം കൊടുത്തു. ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാം ഇങ്ങനെ ദുആ ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ, ആ സമൂഹത്തിൽ അള്ളാഹു കണക്കാക്കിയിട്ടുള്ള എല്ലാ വിശ്വാസികളുടെയും ജനനം നടന്ന് ഇനി ഒരു ഗർഭിണിയും ഒരു മുഅ്മിനായി അതല്ലെങ്കിൽ ഒരു വിശ്വാസിയാവേണ്ട ഒരു കുഞ്ഞും ജനിക്കാൻ ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ 70 അതല്ല 40 എന്നിങ്ങനെ വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഈ പ്രാർത്ഥന ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു നശിപ്പിച്ച തൂഫാൻ, ആ ഒരു തൂഫാൻ കാരണം ഒരു കുട്ടി പോലും അവിടെ നശിക്കേണ്ട അതല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് പാപം പേറേണ്ട അവസ്ഥയുണ്ടായിട്ടില്ല. ആ പ്രളയത്തിൽ കുട്ടികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് മുഫസ്സിറുകൾ പ്രത്യേകം പറയുന്നുണ്ട്. 27ാമത്തെ വചനം, ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞത്, ഇനിയും നീ അവരെ വിട്ടുകളയുകയാണെങ്കിൽ, അവരെ നശിപ്പിക്കാതെ ഭൂലോകത്ത് വെച്ചേക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിലവിൽ വിശ്വസിച്ചിട്ടുള്ള അടിമകളെ കൂടി വഴിതെറ്റിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഉണ്ടാവുക. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, ഇനി ജനിപ്പിക്കുന്ന കുട്ടികൾ മുഴുവനും ഫാജിരിങ്ങളോ കാഫിരിങ്ങളോ എന്ന് പറഞ്ഞാൽ ദുർവൃത്തി ചെയ്യുന്ന ആളുകൾ, അതാണ് ഫാജിർ. കഫാർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ റബ്ബേ, ഇനി ഇവരെ വെച്ച് ഭൂമിയുടെ ഈമാനിനെ നശിപ്പിക്കരുത്, ഈമാനിനെ ഇല്ലായ്മ ചെയ്യരുതെന്ന് നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാം സ്വന്തം സമൂഹത്തിന് പ്രാർത്ഥിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? അതായത് ഇനി ഒരു കണിക പോലും, നന്മയുടെ ഒരു കണിക പോലും അവരിൽ നിന്ന് കാണുകയില്ല. അത്തരം എല്ലാ നന്മകളും അവസാനിച്ചു പോയി. അതുകൊണ്ട് വരാനിരിക്കുന്ന തലമുറയെങ്കിലും ഇത്തരം ആളുകളുടെ സത്യനിഷേധത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന നൂഹ് നബി അലൈഹി സ്വലാമിന്റെ അതിയായ താല്പര്യം കാരണമായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാം ഇങ്ങനെ ദുആ ചെയ്തത്. അതുകൊണ്ട് തന്നെ നന്മക്ക് വേണ്ടിയാണ് ഒരു പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറ. ശത്രുക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നൂഹ് നബി അലൈഹി സ്വലാം വിശ്വസിച്ച മാതാപിതാക്കൾക്കും അതേപോലെ തന്നെ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായിക്കൊണ്ട് എൻ്റെ വീട്ടിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾക്കും റബ്ബേ നീ പുറത്തു തരണമേ എന്ന് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറ, അക്രമികൾക്ക് നാശമല്ലാതെ നീ വർദ്ധിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനയോടുകൂടെയാണ് ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ മാത്രം ഉണർത്താണ്. ഒന്ന്, അവിടുത്തെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മാതാപിതാക്കൾ ലാമിക് ബിൻ മുതവശ്ലിഖ് എന്നായിരുന്നു പിതാവിന്റെ പേരെന്ന്, അതേപോലെ ഷംഖ ബിൻത്ത് അനൂഷ് എന്നാണ് മാതാവിന്റെ പേര്, അതല്ല മിൻജൽ എന്നാണ് മാതാവിന്റെ പേരെന്നും ഖുർത്തുബിയിൽ കാണാൻ കഴിയും. പിന്നെ ഇവിടെ വലിമൻ ദഖല ബൈത്തിയ, എൻ്റെ വീട്ടിൽ പ്രവേശിച്ചവർ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള വീട് കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന്റെ ഭവനമാകുന്ന പള്ളിയാണെന്നും അതല്ല അവിടെ നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന രക്ഷാകവചമായ കപ്പലിനെ ഉദ്ദേശിച്ചാണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും സത്യവിശ്വാസികൾക്ക് പ്രാർത്ഥിച്ചത് അന്ത്യനാൾ വരെയും ഉള്ളവരെ ഉദ്ദേശിച്ചാണെന്നും കൂടി. സത്യനിഷേധികൾക്കെതിരെ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അന്ത്യദിനം വരെ ഇവിടെ ഭൂമിയിൽ വരാൻ പോകുന്ന സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും 2 കൂട്ടർക്കുമാണ് നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥന
ഉദ്ദേശിച്ചതെന്നും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സംഭവം കേൾക്കുമ്പോൾ ഈ കഥകളിലൂടെ നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും അതേപോലെ തന്നെ നമ്മുടെ കർമ്മമണ്ഡലങ്ങളെ നന്മകളെ വർദ്ധിപ്പിക്കാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഖുർആനിന്റെ ശഫാഅത്ത് ലഭിക്കാനും നമ്മുടെ ജീവിതം സമ്പന്നമാകാനും ദുന്യാവും ആഖിറവും വിജയിപ്പിക്കാനും ഇതെല്ലാം ഒരു സബബാക്കി നമ്മളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.